ഇന്നിപ്പോയാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നീ അനീഫാൻ്റെ പാடம் എന്താന്നുള്ളത് പോയി നോക്കാം. അവനവിടെ ഉണ്ട്. ഇതാ ആളിതാ. ഓ അനീഫ, എനിക്ക് വരാൻ പറ്റില്ലടോ. ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എനിക്ക് അതിന് ഓർമ്മയുണ്ടാകുന്നില്ല. എന്താ പിന്നെ പരിപാടി? ഞാൻ ഈ പൊന്ത് ഇവിടെ പൊന്ത് പാമ്പ് നടന്നൊരു വീട് വൃത്തിയാക്കാതെ നോക്ക് 2 പാമ്പാണ് ഇതിവിടെ വന്നത്. ഷൂട്ടിങ്ങും കാര്യമായിട്ട് നടന്നോ? വെള്ളിച്ചാതികൾ പെരേന്റെ ഉള്ളിൽ കടന്നാലേ ഈ ഷൂട്ടിങ് ഒരു കുന്തുണ്ടാവില്ലായിരുന്നു. അതും ശരിയാണ്. ജനക്കിടക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കണ ഒരു മടി മരുന്ന് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ പ്രേക്ഷകരെ ഇവന്ന് വൈകിച്ചാട്ടാ ഷൂട്ട് ചെയ്യാന്ന് വരാന്ന് പറഞ്ഞിട്ട് ഓനിപ്പൊ ഇന്നേരെ വന്നിട്ട് നേരെ 5 മണി ആവാനായി. ഞാൻ കുഞ്ഞാപ്പൂനും ഉമ്മാനൊക്കെ റെഡിയാക്കി നിർത്തിയത്. പക്ഷെ ഓര് പോന്ന് പോയി. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റൂല. അപ്പൊ പ്രേക്ഷകരെ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അല്ല, അതിൽ വേറെ കാര്യമൊക്കെ പറയാണ്ട്. ഒന്നാമത്തെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്താല് ഒരു 3:30-4 മണിയാകുമ്പോഴത്തേനും ഷൂട്ട് ചെയ്യും. പിന്നെ എഡിറ്റ് ചെയ്യണോ, അതിൽ കുറെ പണിയുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെയുള്ള പോലെ ഒരു ഞാൻ 2 വർത്താനം പറയാം. അപ്പൊ ഇപ്പോഴും പറഞ്ഞെന്ന് വെച്ചാ ഞങ്ങളെ കുഞ്ഞാപ്പൂനും ഉമ്മാനും ഇഷ്ടമുള്ളവര് കുറെ ആൾക്കാരുണ്ട്, ഇന്ന ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അത് നോക്കണ്ട. ചേച്ചി പറഞ്ഞു അനീഫ അവിടെ വന്നാടാ കുഞ്ഞാപ്പൂ ഒരു ഉമ്മി ഒക്കെ അത് മാറ്റി പിടിച്ചൂടായിരുന്നു. ഞാനിപ്പോ എങ്ങനെ മാറ്റി പിടിക്ക? കാരണം ഇപ്പൊ ഈ കഥന്റെ ഇത് കൊണ്ടുപോകുന്നത് കുഞ്ഞാപ്പൂ ഉമ്മയാണ്. ഉമ്മാനെ കുറച്ചു നേരം ഒഴിവാക്കി. ഇപ്പൊ നമ്മളെ പുതിയ വീട്ടിൽ ഉമ്മ ഇല്ലല്ലോ. കാരണം എന്താണെന്നറിയോ? ഉമ്മാന്റെ തൊണ്ടക്ക് ശരിയല്ല. തൊണ്ട അറിഞ്ഞിട്ടേ തൊണ്ട അറിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇപ്പളാ ശരിയായി വരുന്നത്. അപ്പൊ ഉമ്മ വരുമ്പോ ഉമ്മ കഹവകന്ന് വെച്ചാൽ ഒച്ചാവും. അതുകൊണ്ടാണ് ഉമ്മാനെ എടുക്കാഞ്ഞത്. അപ്പൊ കുഞ്ഞാപ്പൂനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. അപ്പൊ എന്തായാലും ഇന്ന് വീടും ചെയ്യാൻ പറ്റില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. അപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ പോയി. പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാ നമ്മളെ വീട് പരിസരമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ കാര്യമാണ് പറഞ്ഞത്. വീട് പരിസരം വൃത്തിയാക്കി കൂടെ എന്ന് ചോദിക്കൂ. കാര്യമാണ്. കാരണം ഭയങ്കര മടിയാണ്. മടി വെച്ച് അങ്ങനല്ല, പണിയൊക്കെ പണിക്കോ പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് നടക്കും. ഇപ്പൊ പാമ്പ് വന്ന കാരണം എന്തായാലും പേടിയായി. അപ്പൊ വൃത്തിയാക്കാൻ നിൽക്കുക. ഞാൻ ഇപ്പം വരച്ചിട്ട് കൊറേ കാത്തുന്നു. അമ്മ വരണ്ടേ? എനിക്ക് വരാൻ പറ്റില്ല. ഞാന് ഇനിയിപ്പോ ഉമ്മ ഇവിടെ ഇല്ലാത്ത എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഉമ്മ ചീത്ത അറിയും. കാരണം വൃത്തിയാക്കണോടത്ത് വന്നിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യണ്ട അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കണേ. ഇതിന്റെ കേട് നമുക്ക് നാളെ തീർക്കാം. അപ്പൊ എല്ലാരോടും ഒന്നുകൂടി പറയാണ്, ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കാണലാണ് ഞങ്ങളെ വിജയം. അപ്പൊ കുഞ്ഞാപ്പൂവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലവരറിയാം എന്താ ഉമ്മാനെ കൊണ്ടുവരാത്തത്. ചിലവർക്ക് കുഞ്ഞാപ്പൂവിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. കുഞ്ഞാപ്പൂ ഉമ്മയൊക്കെ മാറി മാറി വരും. ഞങ്ങള് വേറെ ഏതെങ്കിലും വീഡിയോ കഴിഞ്ഞപ്പോ നിങ്ങള് പറഞ്ഞ വേറെ എങ്ങനെ അല്ല, ചിലവർ നമ്മള് നിങ്ങൾക്ക് ഇനിയിപ്പോ ഞങ്ങളെ വീഡിയോ ഞങ്ങൾ ഈ കുഞ്ഞാപ്പൂ ഉമ്മ മാത്രമല്ലാതെ KBC ബ്ലോഗിൽ തന്നെ ഞങ്ങൾ കുറെ ഞങ്ങളെ ഫ്രണ്ടുകളായിട്ട് കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അടിച്ചാൽ കിട്ടും. അതിൽ നല്ല നല്ല വിജയിച്ച വീഡിയോ ഉണ്ട്, നല്ല കഥയുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ കുറെ ആൾക്കാർ പറയുന്നത് ഈ വീഡിയോനെ ചെയ്യാതെ വേറെയും ചെയ്തൂടെ. കുറെ വേറെ വീഡിയോ ചെയ്തിട്ട് അത് മടുക്കൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് പിടിച്ചത് കുഞ്ഞാപ്പൂനും ഉമ്മേനെയും. അപ്പൊ പറഞ്ഞു തരുന്നത് ഷാജി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ പണി ഇവിടെ കല്ലെത്താവും. അല്ല, ഈ ബ്ലോഗായിട്ട് ചെയ്യണ ഇഷ്ടപ്പെടുവോ? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല. എന്നോട് പറഞ്ഞു കുറെ ആൾക്കാരെ ഞാൻ പണിക്കൂടത്തൊക്കെ എന്നോട് പറഞ്ഞു. ചിലവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമാണ് കുഞ്ഞാപ്പൂനെ. കുറെ പ്രായമുള്ള ആൾക്കാരാണ് കുഞ്ഞാപ്പൂന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആളാരാ? ഇഷ്ടമല്ലാന്ന് ചിലവർ പറയും. എന്തായാലും ഈ കുഞ്ഞാപ്പൂനെ ഇങ്ങനെ എന്നൊന്നും കുഞ്ഞാപ്പൂനെ കാണിക്കുന്നു. അപ്പൊ ചിലവരെ കുഞ്ഞാപ്പൂനെ നിർത്തരുതെന്ന് പറഞ്ഞു കുറെ ആൾക്കാരുണ്ട്. ഫോണ് പിന്നെയും പോണു എന്ത് വിഷയാണ് നേരത്തെ പോണു. അപ്പൊ ഇവരെല്ലാരും ഞങ്ങളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. തൽക്കാലം ഞാൻ കട്ട് ചെയ്യുന്നു. അത് പെങ്ങളാണ്. ഓള് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓള് ഇങ്ങോട്ട് വരുമ്പോ ചായ കടി ഉണ്ടാക്കാൻ പറയാണ്ടാവും. പക്ഷെ ഇവിടെ ചായ ചെല്ലോ ഞാൻ വെറുതെ അറിയാം. ഓള് അവിടുന്ന് വരുന്നുണ്ടല്ലോ തമാശ പറഞ്ഞാട്ടാ. ഓൾക്ക് അങ്ങനൊന്നും ഇല്ല. എന്താ വെള്ളം അത് കുടിക്കും. എല്ലാ ഓള് കടിച്ച് കുഴപ്പമൊന്നുമില്ല. ഓൾക്ക് അറിയാം തമാശ അറിയാം. എന്നാ ആയിക്കോട്ടെ, ഞാൻ വരാം. ഇപ്പൊ വരാട്ടാ.